ഹർഷൻ, യഥാർത്ഥത്തിൽ ഇതൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു. ഇന്ന് പ്രധാനമായും വാർത്തയാകേണ്ടത്, അല്ലെങ്കിൽ RDX ഉൾപ്പെടെയുള്ള വിശകലന വേദികളുടെ പ്രധാനപ്പെട്ട ചർച്ചയാകേണ്ടിരുന്നത് PM ശ്രീയാണ് ഒറ്റയടിക്ക് മറിച്ച് കളഞ്ഞ പ്ലേറ്റ്. അത് എല്ലാ ഘട്ടത്തിലും, അതായത് പിണറായി വിജയൻ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിലും അതിനുശേഷം ഇങ്ങോട്ട് മുഖ്യമന്ത്രി ആയതിനു ശേഷവുമൊക്കെ നമ്മൾ പതിവായി കാണുന്ന ഒരു സംഗതിയാണ്. വളരെ സങ്കീർണമായ ഒരു സ്ഥിതിയിലേക്ക് അദ്ദേഹം നയിക്കുന്ന സംവിധാനം ചെന്നുപെടുമ്പോൾ അദ്ദേഹം നേരിട്ട് സ്റ്റിയറിംഗ് എടുക്കുകയും അദ്ദേഹം ഇതിനെ നിയന്ത്രിച്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു വളരെ സീസൺഡ് പൊളിറ്റീഷ്യൻ എന്നൊക്കെ പറയുന്നത് ചെറിയ വാക്കുകളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അതിനപ്പുറത്ത് വളരെ ബുദ്ധിശാലിയായ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്കും അതിനപ്പുറത്ത് ഈ എന്താണ് ഒരു ഇടത് സർക്കാർ നേരിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ജനകീയ വിഷയങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ളത് കൊണ്ടും അത് നയിക്കുന്ന മുന്നണിക്കുള്ളത് കൊണ്ടും ഒക്കെ തന്നെയാണ് ഇതെല്ലാം നടപ്പാവുന്നത്. അതല്ലാതെ പിണറായി വിജയൻ്റെ മാത്രം എന്ന് നമുക്ക് പറയാൻ വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കടന്നിരിക്കുന്നു, അദ്ദേഹം കൃത്യമായി ഇതിനെ മറ്റൊരു ദിശയിലേക്ക് നയിക്കുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് കേരളം മുമ്പും കണ്ടിട്ടുള്ളതാണ്. അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഈ കാര്യത്തിൽ ധനവകുപ്പ് കൂടിയാണ്. ഈ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് അവതരിപ്പിക്കാനും ഈ നിലയ്ക്ക് സുഗമമായി കാര്യങ്ങൾ, ഈ പ്രഖ്യാപനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിനും ഈ മന്ത്രിസഭയ്ക്കും CPIM-ഉം CPI-യും എല്ലാം ഉൾപ്പെടുന്ന ആ മന്ത്രിസഭയ്ക്കും പകർന്നു കൊടുത്തതുമൊക്കെ ധനവകുപ്പാണ് എന്നതുകൂടി നമ്മളിപ്പോൾ പറഞ്ഞു പോകണം. അപ്പോൾ എന്തായാലും അതിൻ്റെ ആ ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇതിലെന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതായത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI ഉന്നയിക്കുന്ന ആ വിഷയങ്ങളിലൂടെ CPI അവരൊരു അവരുടെ ആദർശാത്മക നിലപാടുകൾ പ്രഖ്യാപിക്കുന്നു. ഞങ്ങളുടെ പാർട്ടി ആദർശ പാർട്ടിയാണ് എന്നുള്ളത് അവരാവർത്തിച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചത്. അതിന് വേറെ പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല. അവർക്ക് അവരുടെ ആദർശാത്മകതയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിൽക്കാം. പക്ഷേ കടന്ന കയ്യിലേക്കൊന്നും അവർ കടക്കാതിരുന്നത് നന്നായി. കാരണം ഇപ്പോൾ അവർ മന്ത്രിമാരെ രാജിവെപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. അതായത് വരുന്ന 2-3 ദിവസങ്ങൾക്കുള്ളിൽ മന്ത്രിമാർ രാജിവെച്ചാൽ എന്താണ് കുഴപ്പം എന്ന ആലോചന ആ പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ട്. എന്നിട്ട് പുറമേ നിന്നിട്ട് പിന്തുണ കൊടുക്കാമെന്നുള്ള ആലോചന ആ പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ട്. പക്ഷേ രാജിവെച്ചിരുന്നെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രഖ്യാപനങ്ങൾ മുഴുവൻ ഉണ്ടാകുമ്പോൾ അവർ പുറത്താകുമായിരുന്നു, അവർ പുറത്ത് നിൽക്കേണ്ടി വന്നേനെ. എന്തായാലും അത്രയും അബദ്ധത്തിലേക്കൊന്നും പോയില്ല. അത് മാത്രമല്ല, അവർക്ക് അവരുടെ പാർട്ടിയുടെ യശസ് നിലനിർത്താനും അവരുടെ അവരുടെ ആദർശാത്മകത സംരക്ഷിക്കാനും ഒക്കെ കഴിഞ്ഞു.